ഇന്ന് നമ്മുടെ 2 സബ്സ്ക്രൈബർക്ക് നടന്ന അമാനുഷികമായ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യത്തെ അനുഭവം നടന്നിരിക്കുന്നത് കൊല്ലത്താണ്. ഇത് നമ്മളുമായി ഷെയർ ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബറായ സുബിന. സുബിന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്കുണ്ടായ അതിഭയങ്കരമായ ഒരു അമാനുഷികമായ അനുഭവം. രണ്ടാമത്തെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് റാം. റാമിന്റെ സഹോദരിക്കുണ്ടായ ഒരു അനുഭവം. എന്നാൽ ആ ഒരു പ്രേതാനുഭവത്തിന് റാം സാക്ഷിയായിരുന്നു. ഈ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടായ വിശ്വസിക്കാനാകാത്ത സംഭവങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അതിഭയങ്കരമായ ഒരു അനുഭവം സൃഷ്ടിക്കും. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐഡിയിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഷെയർ ചെയ്യുക. കൂടാതെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുബിനയുടെ ജീവിതത്തിലെ ഈ അമാനുഷികമായ അനുഭവങ്ങളുടെ എല്ലാം തുടക്കം ഇതായിരുന്നു. അതായത് ഇപ്പോഴും അവൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടുന്നുണ്ട്. അതാണ് അർത്ഥം. സുബിന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവമായിരുന്നു. അന്ന് അവൾ 7ാം ക്ലാസ് പഠിക്കുന്നു. അവൾ പഠിക്കുന്ന ക്ലാസ് ഉള്ളത് ഒരു ഓടിട്ട കെട്ടിടത്തിലായിരുന്നു. അവിടെ മറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും 7ാം ക്ലാസ് ബാച്ച് ആ ഒരു കെട്ടിടത്തിലായിരുന്നു. അവിടെ 7A-യും 7B-യും ഉണ്ട്. സുബിനയുടെ ക്ലാസ്സിന് തൊട്ടപ്പുറത്താണ് ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ഉള്ളത്. അവളുടെ വീടും അടുത്തായതുകൊണ്ട് നടന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ അവൾ സ്കൂളിലെത്തും. എന്നാൽ ആ സമയത്ത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റാരും എത്തിയിട്ടുണ്ടാകില്ല. അവരൊക്കെ കുറെ കഴിഞ്ഞാണ് വരുന്നത്. കൂടാതെ അവളുടെ ക്ലാസ്സിലും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്ന അന്നത്തെ ദിവസം സുബിന സ്കൂളിലേക്ക് വരുന്നു. അന്ന് ക്ലാസ്സിൽ അവളുടെ ഒരു 3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. സുബിനയും ചേർത്ത് മൊത്തം 4 പേർ ആ ക്ലാസ്സിലുണ്ട്. നേരത്തെ വന്നതുകൊണ്ട് ആരുമില്ലല്ലോ എന്ന് കരുതി അവർ ഒളിച്ചു കളിക്കാൻ തീരുമാനിച്ചു. അതും ഹയർ സെക്കൻഡറി ബിൽഡിങ്ങിന്റെ അടുത്ത് പോയി ഒളിച്ചു കളിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ ഹയർ സെക്കൻഡറി ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ തന്നെ വളരെ ഭയമായിരിക്കും. ഞാൻ ഈ സംഭവം പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും നിങ്ങളുടെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാകും. നിങ്ങളും സ്കൂളിൽ പഠിക്കുന്ന സമയം അപ്പോഴും ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്ക് പോകാൻ ഭയമുള്ള പല കെട്ടിടങ്ങൾ. അടഞ്ഞു കിടക്കുന്ന ഓരോ ക്ലാസ് മുറി കാണുമ്പോഴും വല്ലാത്ത ഭയാനകമായ അനുഭവം സൃഷ്ടിക്കും. അത് തന്നെയായിരുന്നു സുബിനയ്ക്കും ഉണ്ടായിരുന്നത്. സുബിന ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. താഴെയാണ് അധ്യാപകരുടെ സ്റ്റാഫ് റൂം ഉള്ളത്. കൂടാതെ ഗേൾസിന്റെ ടോയ്ലറ്റ് അതും ആ ഹയർ സെക്കൻഡറി ബിൽഡിങ്ങിനോട് ചേർന്നാണുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകേണ്ട ആവശ്യം വരും. അന്നും അവർ ഒളിച്ചു കളിക്കുന്നു. ആദ്യം സുബിനയുടെ കൂട്ടുകാരിയായിരുന്നു എണ്ണാൻ തുടങ്ങിയത്. എണ്ണി അവസാനിപ്പിച്ച ആ കൂട്ടുകാരിയും മറ്റു കൂട്ടുകാരികളെ തിരിയാൻ തുടങ്ങി. ആദ്യമായി അവൾ സുബിനയെ കണ്ടു. അതുകൊണ്ട് അടുത്തെണ്ണേണ്ടത് സുബിനയാണ്. ഇവർ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന സ്ഥലം ഗേൾസിന്റെ ടോയ്ലറ്റ് വരുന്ന ആ ഒരു ഭാഗമായിരുന്നു. അവിടെയാണ് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഉള്ളത്. അതിനടുത്തായി ചെറിയൊരു ഭിത്തിയുണ്ട്. ഈ സ്റ്റെയറിനുള്ളിലോട്ട് ടീച്ചേഴ്സിന്റെ ടോയ്ലറ്റാണുള്ളത്. അവിടം ഭയങ്കരമായ ഒരു ഇരുട്ടാണ്. അതിന് തൊട്ടടുത്തുള്ള ഭിത്തിയിലാണ് ഇവർ ഒളിച്ചു കളിക്കുന്നത്, എണ്ണുന്നത്. അങ്ങനെ ഇപ്പൊ സുബിന എണ്ണാൻ തുടങ്ങി. എല്ലാവരും പോയി ഒളിച്ചു. എണ്ണിക്കഴിഞ്ഞ് അവൾ തിരിഞ്ഞ് ചുറ്റും നോക്കി. വല്ലാത്ത ശാന്തത. ഒരു ബഹളവും കേൾക്കുന്നില്ല. ഒരു നിമിഷം താൻ മാത്രമാണോ അവിടെ ഉള്ളത് എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. ഒരു ഭയവും വരാൻ തുടങ്ങി. ഒരു മനുഷ്യനെ പോലും അവിടെ കാണാനില്ല. എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി പോയോ എന്ന് അവൾ ഭയന്നു. എങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് കൂട്ടുകാരികൾ തന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നും താൻ ഒറ്റയ്ക്കല്ല എന്നും മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാനുള്ള വെപ്രാളം കൂടി. അങ്ങനെ അവരെ തിരഞ്ഞു നടന്നപ്പോൾ സ്റ്റെയറിനടിയിലായി ഒരു പെൺകുട്ടി ഇരിക്കുന്നത് സുബിന കണ്ടു. ആ സ്ഥലത്ത് ചെറിയൊരു ഇരുട്ടുണ്ട്. അവൾ നോക്കുമ്പോൾ ആ പെൺകുട്ടി അവളുടെ അതേ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. ആ സമയത്ത് അവർക്കുള്ള യൂണിഫോം വെള്ള ടോപ്പും നീല പാൻറ്റും ഷോളുമായിരുന്നു. ഇന്നും പല സ്കൂളുകളിലും അതുതന്നെയാണ്. ആ കുട്ടിയും അതുപോലെ ഒന്നാണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ ആ കുട്ടി സുബിനയെ കൈ നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. സുബിന ആ സമയത്ത് ചിന്തിച്ചത് ഒരുപക്ഷെ തന്റെ കൂട്ടുകാരികളിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന്.
സന്തോഷത്തോടു കൂടി അവൾ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈ ആ കുട്ടിയുടെ നേരെ നീട്ടാൻ വന്നതും അവൾക്ക് എന്തോ ശരിയല്ല എന്ന് തോന്നി. എന്തൊക്കെയോ ശബ്ദത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. വല്ലാത്ത ഒരു രീതിയിൽ ശബ്ദമുണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് സുബിന കൈമാറ്റി. ആ കുട്ടിയും എന്തൊക്കെയോ മൂളുന്നുണ്ട്. എന്നാൽ ആ മൂളൽ കൂടിക്കൂടി വന്നു. സുബിനയ്ക്ക് എന്തോ സംശയം തോന്നി. ഇത് തന്റെ കൂട്ടുകാരി തന്നെയാണോ എന്ന സംശയം തോന്നുകയും ആ കുട്ടിയെ സൂക്ഷിച്ചു നോക്കി. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ മുഖം വളരെ വികൃതമായിരുന്നു. കണ്ടാൽ പേടി തോന്നും. മെലിഞ്ഞ ഒരു ശരീരം, തിളങ്ങുന്ന കണ്ണുകൾ. അവളെ സൂക്ഷിച്ചു നോക്കുന്തോറും മുഖത്തിന്റെ ഭാവങ്ങൾ മാറുന്നുണ്ട്. ഒരു വികൃതമായ മുഖം. എല്ലാം കൂടി കണ്ടപ്പോൾ സുബിനയുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. സുബിന ഇങ്ങനെ ഓടുന്നത് കണ്ട് ഒളിച്ചിരുന്ന കൂട്ടുകാരികളും പെട്ടെന്ന് അടുത്തേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചു. സുബിനയും നടന്നതും താൻ കണ്ട കാര്യങ്ങളുമെല്ലാം കൂട്ടുകാരികളോട് പറഞ്ഞു. ഇത് കേട്ട കൂട്ടുകാരികൾ പറഞ്ഞത്, നീ എന്തിനാണ് അവിടെ പോയത്? ഞങ്ങൾ അവിടെ അല്ലല്ലോ ഒളിച്ചിരുന്നത്. ഞങ്ങൾ എല്ലാവരും ദാ ഈ ഭാഗത്തായിരുന്നു ഒളിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ഇതുകൂടെ കേട്ടപ്പോൾ സുബിനയുടെ ഭയം കൂടി. അവളുടെ കരച്ചിലും വെപ്രാളവും കണ്ടപ്പോൾ കൂട്ടുകാരികളെല്ലാം കൂടെ അവിടെ പോയി നോക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പിന്നീട് അവർ സുബിനയെ ആശ്വസിപ്പിച്ചു. കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ സുബിനയോട് ഒരു കാര്യം പറഞ്ഞു. ഇവർ ഇവിടെ പഠിക്കാൻ വരുന്നതിന് ചില വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ്. അവിടെ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ സ്റ്റെയറിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പക്ഷേ ഇത് സത്യമാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഈ കൂട്ടുകാരികൾക്കും ആരോ പറഞ്ഞു കൊടുത്തതാണ്. സുബിനയും ആദ്യമായാണ് ആ സ്കൂളിലേക്ക് വരുന്നത്. ആ സ്കൂളിന് മുൻപുണ്ടായിരുന്ന ചരിത്രമൊന്നും അവൾക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആ സ്കൂളിനെ പറ്റി ഒന്നും തന്നെ അവൾക്കറിയില്ല. പക്ഷേ ഇവർ പറഞ്ഞ ഈ സംഭവം കൂടെ കേട്ടപ്പോൾ അവൾ ആകെ പേടിച്ചു. അന്നത്തെ ദിവസം അവൾക്ക് പനിയും പിടിച്ചു. വീട്ടിൽ ചെന്നയുടനെ അവൾ അമ്മയോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അമ്മ അവളെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അമ്മ പറഞ്ഞത് ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കുമെന്നാണ്. പക്ഷേ സുബിനയ്ക്കറിയാം എന്താണ് അവൾ അനുഭവിച്ചതെന്ന്. അന്ന് നടന്ന അനുഭവത്തിൽ നിന്ന് ഇന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നും ഇങ്ങനെയുള്ള പല അമാനുഷികമായ അനുഭവങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപ് പോലും സുബിനയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് സുബിനയ്ക്കുണ്ടായ ഈ ഒരു അനുഭവം പോലെ സമാനമായ അനുഭവങ്ങൾ ഒരുപക്ഷെ സ്കൂൾ കാലത്ത് പലർക്കും സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ്. കാരണം സമാനമായ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്നോട് ഷെയർ ചെയ്യാം. അടുത്ത അനുഭവം പങ്കുവച്ചിരിക്കുന്നത് റാമാണ്. റാമിന്റെ സഹോദരി ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയ്ക്കായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയത്. ലക്ഷ്മിപ്രിയയ്ക്ക് അഭിഷേക് എന്നൊരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു. പക്ഷേ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവൻ അവളെ വേണ്ട എന്ന് പറഞ്ഞു. അവസാനം ലക്ഷ്മിപ്രിയയുടെ അവസ്ഥ വളരെ മോശമായി മാറി. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് അഭിഷേകിന്റെ കൂട്ടുകാരനായ ധനുരാജ് ലക്ഷ്മിപ്രിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കുറച്ചു ദിവസത്തെ സൗഹൃദത്തിനു ശേഷം ഇരുവരും പ്രണയത്തിലായി. ലക്ഷ്മിപ്രിയയുടെ ആ ഒരു അവസ്ഥയിൽ ധനുരാജ് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം ലക്ഷ്മിപ്രിയ വീട്ടിൽ നിന്ന് ധനുരാജിനെ കാണാനായി പുറത്തേക്ക് പോയി. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് താമസിച്ചിരുന്നു. അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ ധനുരാജും വന്നിരുന്നു. വീട്ടിലേക്ക് വന്ന ലക്ഷ്മിയെയും ധനുരാജിനെയും അവളുടെ അമ്മയുടെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ചേർന്ന് തല്ലി. ഈ ഒരു സംഭവത്തിന് ശേഷം ലക്ഷ്മിപ്രിയയും കുടുംബവും തറവാട്ടിലേക്ക് താമസം മാറി. അവിടെ വെച്ചാണ് എല്ലാ സംഭവങ്ങളുടെയും തുടക്കം. ലക്ഷ്മിപ്രിയയുടെ അച്ഛൻ 2023 ജനുവരി മാസം 21 മരിച്ചു. മരിച്ചതിനു ശേഷം അസാധാരണമായ പല സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രശ്നം വച്ചു നോക്കി. ആ സമയത്താണ് അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല എന്നറിഞ്ഞത്. അതിനാൽ തറവാടിന് പുറത്തേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞു. ഒരു ദിവസം റാമിന്റെ സഹോദരിയായ അച്ചുവും ലക്ഷ്മിപ്രിയയും ധനുരാജും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ തറവാട്ടിൽ. പെട്ടെന്ന് ലക്ഷ്മിയുടെ മുഖഭാവമെല്ലാം മാറാൻ തുടങ്ങി. പെട്ടെന്ന് കട്ടിലേക്ക് അവൾ വീഴുകയും അവളുടെ നെഞ്ചിന്റെ ഭാഗം മാത്രം പൊങ്ങി വരാൻ തുടങ്ങി. ലക്ഷ്മി പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ അച്ചു ഓടിച്ചെന്ന് റാമിനെ വിളിച്ചു കൊണ്ടുവന്നു. സംഭവം കണ്ടുകൊണ്ടുവന്ന ധനുരാജും, അതായത് ലക്ഷ്മിയുടെ കാമുകനായ ധനുരാജ് ലക്ഷ്മിയെ നോക്കി ആരാണ് നീ എന്ന് ചോദിച്ചു. ആ സമയത്ത് നീ എന്നെ അച്ഛ എന്ന് വിളിച്ചാൽ മതി എന്ന മറുപടിയായിരുന്നു വന്നത്. കൂടെ നിന്നവർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് ലക്ഷ്മി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട്
നിന്നെയും എൻ്റെ മോളെയും അവർ ഒരുപാട് തല്ലിയല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം മിന്നി കത്താൻ തുടങ്ങി. വീണ്ടും ലക്ഷ്മി പറഞ്ഞത്, ധനുരാജിനെ എനിക്കിഷ്ടമായി. എൻ്റെ മകളെ നീ നന്നായി നോക്കണമെന്ന്. അവളെ കൊല്ലാൻ കുറെ ആത്മാക്കൾ ശ്രമിക്കുന്നുണ്ട്. അവർ അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴും അവളുടെ പക്കൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. അടുത്ത സെക്കൻഡ് തന്നെ ലക്ഷ്മി സാധാരണ നിലയിലേക്കായി. പക്ഷെ ആ സമയത്ത് അവൾക്ക് നല്ല ശരീരവേദന ഉണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് രക്തവും വന്നു. അടുത്ത ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവളുടെ സംസാരത്തിന്റെ രീതി ആകെ മാറി. പഴയ കാല സംസാര രീതിയിലേക്ക് മാറി. ഈ സമയത്ത് ധനുരാജും ലക്ഷ്മിയെ നോക്കി ഒരു സംശയത്തിൽ ആരാണ് നീ എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത് പൂർണിമ എന്നാണ്. ഈ സമയത്താണ് റാമിന് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. പണ്ട് അച്ഛനും അമ്മയും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. തറവാട്ടിലെ ശാപം മാറാൻ ഇളയ മകന്റെ നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ തീയിൽ എരിച്ച് കൊന്നിട്ടുണ്ടത്രേ. അവളുടെ പേരും പൂർണിമ എന്നായിരുന്നു. അന്ന് തറവാട്ടിലെ ബാല്യക്കാരിയായിരുന്നു പൂർണിമയുടെ അമ്മ. റാമിന്റെ മുതുമുത്തച്ഛനും മുതുമുത്തശ്ശിക്കും കുട്ടികളുണ്ടാകാൻ ഒരുപാട് താമസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞാണ് റാമിന്റെ അപ്പൂപ്പൻ ജനിച്ചത്. അന്ന് അതേ ദിവസം അതേ സമയം തറവാട്ടിലെ ബാല്യക്കാരിക്കും ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് പൂർണിമ. അവളും വളർന്നു വന്നു. തറവാട്ടിൽ വർഷങ്ങൾ കഴിഞ്ഞ് ജനിച്ച സന്തതിയായ കൊച്ചുവേലു തന്റെ അച്ഛന്റെ കൂടെ തൊടിയിൽ പണിക്ക് പോയി. പൂർണിമ അമ്മയുടെ കൂടെ വീട്ടുപണിക്കും കൂടി. ഈ സമയത്ത് കൊച്ചുവേലുവിന് പൂർണിമയോട് ഒരിഷ്ടം തോന്നി. അവരും ഇഷ്ടത്തിലായി. ആ സമയത്താണ് തറവാട് പരിസരത്ത് ഒരു വലിയ അസുഖം വന്നത്. സമയം നോക്കിയപ്പോൾ ബലിയല്ലാതെ മറ്റൊരു പ്രതിവിധി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാവടി പലകകൾ തെളിഞ്ഞു. പുണർദം നക്ഷത്രത്തിൽ പിറന്ന 20 വയസ്സിന് താഴെയുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തറവാട്ടിലെ കാരണവരുടെ കണ്ണ് പൂർണിമയിലേക്കായിരുന്നു നീങ്ങിയത്. ആരും അറിയാതെ ഒരു ദിവസം ബലിപൂജ ചെയ്യുകയും ചെയ്തു. തറവാടിന് പുറകിൽ വെച്ച് ആൽമരത്തിൽ പൂർണിമയെ കെട്ടിയിട്ടു. ബലിപൂജയ്ക്ക് ശേഷം പച്ചയ്ക്ക് അവളെ കത്തിച്ചു. ആ സമയത്ത് അവൾ പറഞ്ഞിരുന്നു പകരം വീട്ടാൻ വരുമെന്ന്. അന്ന് മുതൽ ആ തറവാട്ടിൽ പുണർദം നക്ഷത്രത്തിൽ ആരെങ്കിലും ജനിച്ചാൽ മാസത്തിൽ ഒരിക്കൽ നാരങ്ങ വിളക്ക് തെളിയിക്കണം. അതും രാത്രിയിൽ. രാമന്റെ അപ്പൂപ്പനായിരുന്നു ആദ്യം വിളക്ക് തെളിയിച്ചു കൊണ്ടിരുന്നത്. ശേഷം അത് ഇളയച്ചനായി. അവസാനമായി ഈ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയാണ് ലക്ഷ്മി. അതിനാൽ പൂർണിമയും ഇത്രയും കാലം കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു സമയത്തിന് വേണ്ടി. അവൾക്ക് ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് മനസ്സ് തളർന്ന ഒരു ശരീരമായിരിക്കണം. രണ്ടാമത്തേത് അതൊരു സ്ത്രീ ആയിരിക്കണം. അഭിഷേകിന്റെ വേർപാടിനു ശേഷം ലക്ഷ്മി 2 മാസത്തോളം തിരി തെളിയിച്ചതേയില്ല. മാനസികമായും അവൾ തളർന്നിരുന്നു. അങ്ങനെയാണ് പൂർണിമ ലക്ഷ്മിയുടെ ശരീരത്തിലേക്ക് കയറിയത്. പിന്നെ ലക്ഷ്മി രുദ്രാക്ഷമാല കയ്യിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി. ലക്ഷ്മിയുടെ ശരീരത്തിൽ പൂർണിമയുടെ ആത്മാവ് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ധനുരാജും കാലുപിടിച്ച് അപേക്ഷിച്ചു അവളുടെ ശരീരം വിട്ട് ഒഴിഞ്ഞു പോകാൻ, ശല്യം ചെയ്യരുത് എന്ന്. പൂർണിമ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും പൂർണിമ ലക്ഷ്മിയുടെ ശരീരത്തിലേക്ക് കടക്കുമെന്ന് ആ തറവാട്ടിൽ എല്ലാവരും ഭയപ്പെട്ടു. അതുകൊണ്ട് ഒരു ദിവസം ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോവുകയും അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ബാധ ഒഴിപ്പിക്കുകയും ചെയ്തു. റാമിന്റെ ജീവിതത്തിലുണ്ടായ അവൻ സാക്ഷിയായ ഒരു അതിഭയാനകമായ അനുഭവമായിരുന്നു ഇത്. ഇന്നും ആ ഒരു സംഭവത്തിന്റെ ഭയം വിട്ടുമാറിയിട്ടില്ല. അവർക്ക് ഓർക്കാൻ പേടിയുള്ള ദിവസങ്ങളായിരുന്നു അതെല്ലാം. ഈ 2 അനുഭവങ്ങളിലും നിങ്ങളെ ഭയപ്പെടുത്തിയത് ഏതാണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതിലും അമാനുഷികമായ അതിഭയാനകമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തരിക. മെയിൽ ഐഡിയിലേക്കോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കോ അയച്ചു തരിക. രണ്ടും കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. എല്ലാവർക്കും ഈ പ്രേതങ്ങൾ, പിശാച്, സൂപ്പർ നാച്ചുറൽ പവർ ഇതൊന്നിലും വിശ്വാസം കാണില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാകും. ആ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ ആർജിച്ചെടുത്തത്. കൂടാതെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അധ്യായങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.